വാർത്തകളിലേക്ക് തിരികെ എത്താം. അതിനു മുമ്പ് മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കോഴിക്കോട് കുന്നമംഗലത്ത് സ്ഫോടനമുണ്ടായ പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചത് അനധികൃതമായെന്ന് കണ്ടെത്തൽ. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്ഫോടനത്തിൽ പരിക്കേറ്റ 6 പേർ പരിക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണ്. റിയാസ് കെമാർ ഉണ്ട് വിവരങ്ങളുമായി. റിയാസ്, എന്തായാലും ഈ 2 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു അപകടം, ആ അപകടത്തിൽ ഇപ്പോൾ നിർമ്മാണശാല അല്ലെങ്കിൽ പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചത് അനധികൃതമായെന്നൊരു കണ്ടെത്തൽ കൂടി വരികയാണ്. എന്താണ് ഇനി തുടർ നടപടി? നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? നിലവിൽ ഈ ഒരു സംഭവത്തിൽ വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി കോഴിക്കോട് കുന്നമംഗലം നടന്നത്, കുരിക്കത്തൂരിൽ നടന്നത്. അവിടെ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് അനധികൃതമായി പടക്ക നിർമ്മാണം നടക്കുന്നതിനിടെ സ്ഫോടനം ഉണ്ടാവുകയും 2 പേർ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. സ്ഫോടനത്തിൽ മരിച്ച 2 പേരും രാഹുൽ എന്നാണ് 2 പേരുടെയും പേര്. ഒരാൾ മുണ്ടിക്കൽ താഴം സ്വദേശി രാഹുലാണ്, മറ്റൊരാൾ രാമനാട്ടുകര സ്വദേശി രാഹുലാണ്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. അതിനിടെയാണ് ഇപ്പോൾ കുന്നമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതായത് കുറ്റകരമായ നരഹത്യ ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഭാരതീയ ന്യായ സംഹിത 105, 288, 110 വകുപ്പുകൾ പ്രകാരവും എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് 1908 3-4 വകുപ്പുകൾ പ്രകാരവുമാണ് കുന്നമംഗലം പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ കുന്നമംഗലം പോലീസ് ഇൻസ്പെക്ടർ S കിരണന്റെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. പോലീസിന്റെ വിശദാംശങ്ങൾ പ്രകാരം മറ്റു 2 പേർക്ക് കൂടിയാണ് പരിക്കേറ്റിട്ടുള്ളത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഇരകളാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ വിഷ്ണുവിനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഈ വീട് വാടകയ്ക്കെടുത്ത കുന്നമംഗലം പെരിങ്ങളത്തെ പടിഞ്ഞാറെ കോഴിമൽ വിഷ്ണു PM, ഇയാൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇയാളുടെ ഭാര്യ അടക്കമുള്ളവർ ഇപ്പോൾ ചികിത്സയിലാണ്. വിഷ്ണു ഭാര്യയും അടക്കം ചികിത്സയിലാണ്. മറ്റൊരു ഹിജിത്ത് ചികിത്സയിലാണ്. ഒപ്പം തന്നെ മറ്റ് 4 പേർ കൂടി ചികിത്സയിലാണ്. വലിയൊരു സ്ഫോടനത്തിന്റെ ഈ മുഴക്കം 1 കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. സമീപത്തെ 5ഓളം വീടുകളെ അത് സാരമായി ബാധിക്കുകയും ചെയ്തു. വീടുകളുടെ ജനലുകളും വാതിലുകളും എല്ലാം തന്നെ അത് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുമുണ്ടായി. ഇത് ഓലപ്പടക്കമാണ് ഇത്തരത്തിൽ അവിടെ നിർമ്മിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഈ ഓലപ്പടക്കം നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളെല്ലാം തന്നെ ഈ വാടക വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇത് അനധികൃതമായാണ് ഇവിടെ സ്ഫോടക വസ്തു നിർമ്മാണം നടത്തുന്നിരുന്നത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. യാതൊരു ലൈസൻസും ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ പുലർച്ചയോടുകൂടി തന്നെ പോലീസ് പൂർണ്ണമായും നിർവീര്യമാക്കുകയും ചെയ്തു. ഉത്തരമേഖല IG യതീഷ് ചന്ദ്ര അടക്കമുള്ളവർ രാത്രി തന്നെ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ്, ഈ സ്ഫോടക വസ്തുക്കൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടായത്, ഇത് ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ഒരാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്, ഉഗ്ര സ്ഫോടന ശേഷിയുള്ള മറ്റ് സ്ഫോടക വസ്തുക്കൾ അതൊക്കെ നിർമ്മിക്കാറുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സമീപത്തെ വീട്ടുകാർ അറിയാതെയാണ് ഈ വാടക വീട്ടിൽ ഇത്തരത്തിലൊരു സ്ഫോടക വസ്തു നിർമ്മാണം നടന്നിരുന്നത് എന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഈ കാര്യം ഏറ്റെടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ 2 കാലഘട്ടമാണ്, തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സ്ഫോടക വസ്തുക്കൾ, ഒപ്പം തന്നെ ഈ ഒരു വിഷു അടുത്തിരിക്കുന്ന വിഷുവും ഈസ്റ്ററും പോലുള്ള സീസണുകളുണ്ട്. അത്തരം ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു സ്ഫോടക വസ്തുക്കൾ, ഇതിന്റെ നിർമ്മാണമാണ് ഇവിടെ നടന്നത്. ഒപ്പം തന്നെ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി ഇത് നടന്നതുകൊണ്ട് തന്നെ കുറ്റകരമായ നരഹത്യ ഉൾപ്പെടെയുള്ള കേസുകളാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. ശരി, കോഴിക്കോട് കുന്നമംഗലത്ത് സ്ഫോടനമുണ്ടായ പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചത് അനധികൃതമായെന്ന കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റിയാസ് കെമാറാണ് വിവരങ്ങൾ നൽകിയത്.